യുക്രൈൻ യുദ്ധം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകവും നിർണായകവുമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് മോസ്കോയിൽ നിന്ന് പുറത്തുവരുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സുപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ അതീവ മാരകമായ വ്യോമാക്രമണം നടത്താൻ റഷ്യ ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കീവിലുള്ള തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും അടിയന്തരമായി അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന് റഷ്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വരാനിരിക്കുന്ന മഹാവിപത്തിന്റെ തീവ്രത വ്യക്തമാക്കിക്കൊണ്ട് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 25-ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ അടിയന്തര ടെലിഫോൺ സംഭാഷണത്തിലാണ് ഈ കടുത്ത മുന്നറിയിപ്പ് നൽകിയത്. കീവിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യൻ സൈന്യം ഉടൻ തന്നെ വലിയ തോതിലുള്ള ദീർഘദൂര മിസൈൽ ആക്രമണങ്ങൾ ആരംഭിക്കുമെന്ന വിവരം ലാവ്റോവ് ഔദ്യോഗികമായി റൂബിയോയെ അറിയിക്കുകയായിരുന്നു. റഷ്യയുടെ ഈ നീക്കം കേവലം ഒരു ഭീഷണിയല്ലെന്നും യുക്രൈൻ ഭരണകൂടത്തിന്റെ ഹൃദയഭാഗങ്ങളെ തകർത്തെറിയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കൃത്യമായ യുദ്ധതന്ത്രമാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വ്യക്തമാക്കുന്നുണ്ട്. യുക്രൈന്റെ സൈനിക ആസ്ഥാനങ്ങൾ, പ്രതിരോധ മന്ത്രാലയം, തന്ത്രപ്രധാനമായ ആസൂത്രണ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും തുടച്ചു നീക്കാനാണ് മോസ്കോ ഇത്തവണ പദ്ധതിയിടുന്നത്. ഇതിനായി അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും റഷ്യ സജ്ജമാക്കി കഴിഞ്ഞു. ലുഹാൻസ് പ്രവിശ്യയിൽ യുക്രൈൻ സൈന്യം അടുത്തിടെ നടത്തിയ മാരകമായ ആക്രമണത്തിനുള്ള കടുത്ത പ്രതികാരമായാണ് റഷ്യ ഈ പുതിയ വ്യോമാക്രമണ പരമ്പരയ്ക്ക് മുതിരുന്നത്. റഷ്യൻ നിയന്ത്രണത്തിലുള്ള ലുഹാൻസ്കിലെ ഒരു ജനവാസ മേഖലയ്ക്ക് നേരെ യുക്രൈൻ മിസൈൽ വർഷിച്ചുവെന്നും അവിടെയുള്ള ഒരു ഡോർമെറ്ററി തകർന്ന് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നുമാണ് മോസ്കോ ആരോപിക്കുന്നത്. എന്നാൽ ലുഹാൻസ്കിലെ ആക്രമണത്തെക്കുറിച്ച് യുക്രൈൻ നൽകുന്ന വിശദീകരണം മറ്റൊന്നാണ്. റഷ്യൻ സൈന്യത്തിന്റെ അതീവ വിനാശകാരിയായ ഡ്രോൺ കമാൻഡ് സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്ന താവളങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത്. യുദ്ധത്തിൽ തങ്ങൾക്ക് മേൽ കനത്ത നാശം വിതയ്ക്കുന്ന റഷ്യൻ ഡ്രോണുകളുടെ നിയന്ത്രണ കേന്ദ്രം തകർത്തത് തങ്ങളുടെ സൈനിക വിജയമാണെന്നും കീവ് വാദിക്കുന്നുണ്ട്. സെർജി ലാവ്റോവും മാർക്കോ റൂബിയോയും തമ്മിൽ നടത്തിയ ഈ സംഭാഷണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കയിലെ പുതിയ ഭരണകൂടത്തിന് കീഴിൽ സ്റ്റേറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റ മാർക്കോ റൂബിയോയോട് റഷ്യ നേരിട്ട് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയത് നാറ്റോ സഖ്യത്തെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അമേരിക്കൻ നയതന്ത്രജ്ഞരെ ഒഴിപ്പിക്കാൻ ആവശ്യപ്പെട്ടതിലൂടെ യുക്രൈനിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാന്നിധ്യത്തിന് മേൽ ശക്തമായ മാനസിക സമ്മർദ്ദം ചെലുത്താൻ റഷ്യക്ക് കഴിഞ്ഞു. അമേരിക്കയ്ക്ക് പിന്നാലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ എംബസി ജീവനക്കാരെ കീവിൽ നിന്ന് മാറ്റാൻ തുടങ്ങിയാൽ അത് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസിക്കും അദ്ദേഹത്തിന്റെ സൈന്യത്തിനും വലിയൊരു തിരിച്ചടിയാകും. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. റഷ്യ ഏത് നിമിഷവും വിനാശകാരികളായ ഹൈപ്പർസോണിക് മിസൈലുകൾ വർഷിച്ചേക്കാമെന്ന ഭീതിയിലാണ് നഗരവാസികൾ. നഗരത്തിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പരമാവധി സജ്ജമാക്കി നിർത്താൻ സെലൻസ്കി സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റഷ്യ ലക്ഷ്യം വെക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന കേന്ദ്രങ്ങൾ എന്നത് യുക്രൈൻ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നവയാണ്. പ്രസിഡന്റിന്റെ കൊട്ടാരം, പ്രധാനമന്ത്രിയുടെ ആസ്ഥാനം, രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഓഫീസുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരം കേന്ദ്രങ്ങൾ തകർന്നാൽ യുക്രൈൻ സൈന്യത്തിന്റെ ഏകോപനവും ആഭ്യന്തര ഭരണ സംവിധാനങ്ങളും പൂർണ്ണമായി തകരും. വാഷിംഗ്ടണിലെ പെന്റഗൺ ഉദ്യോഗസ്ഥരും വൈറ്റ് ഹൌസും റഷ്യയുടെ ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. യുക്രൈൻ കൂടുതൽ ദീർഘദൂര മിസൈലുകളും വ്യോമ പ്രതിരോധ ആയുധങ്ങളും അടിയന്തരമായി എത്തിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. എന്നാൽ റഷ്യൻ വിദേശകാര്യ മന്ത്രിയുടെ നേരിട്ടുള്ള മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് തങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഭീഷണിക്ക് വൻ ഭീഷണിയാണെന്ന് അമേരിക്കൻ ഭരണകൂടത്തിന് നന്നായിട്ടറിയാം. ആഗോള രാഷ്ട്രീയത്തിലും ഈ സംഭവ വികാസങ്ങൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള നയതന്ത്ര ചാനലുകൾ വഴി യുദ്ധത്തിന്റെ കടുത്ത മുന്നറിയിപ്പുകൾ കൈമാറുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയാണ് ജനിപ്പിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കീവ് നഗരത്തിൽ വലിയ തോതിലുള്ള സ്ഫോടന പരമ്പരകൾ ഉണ്ടാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പ്രവചിക്കുന്നത്. റഷ്യ തങ്ങളുടെ കരിങ്കടൽ കപ്പലുകളിൽ നിന്നും വിദൂര താവളങ്ങളിൽ നിന്നും ഒരേ സമയം മിസൈലുകൾ വിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. ഈ ആക്രമണം യുക്രൈന്റെ ഊർജ്ജ നിലയങ്ങളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും പൂർണ്ണമായി നിശ്ചലമാക്കിയേക്കാം.
യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ഈ സാഹചര്യത്തിൽ പാശ്ചാത്യ സഖ്യകക്ഷികളോട് കൂടുതൽ ശക്തമായ പ്രതികാര നടപടികൾക്ക് അനുമതി തേടുന്നുണ്ട്. റഷ്യയുടെ ഉള്ളിലുള്ള മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ തങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്നാണ് യുക്രൈന്റെ ആവശ്യം. എന്നാൽ ഇത് യുദ്ധം യൂറോപ്പിലാകെ പടരാൻ കാരണമാകുമെന്ന ഭയത്താൽ അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഇപ്പോഴും ചില നിയന്ത്രണങ്ങൾ തുടരുകയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അമേരിക്കയ്ക്ക് നൽകിയ ഈ അവസാന മുന്നറിയിപ്പ് യുക്രൈൻ യുദ്ധത്തിന്റെ ഭീകരത ഇരട്ടിയാക്കിയിരിക്കുകയാണ്. കീവിനെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കാനും ശത്രുവിന്റെ കമാൻഡ് സെന്ററുകൾ തുടച്ചു നീക്കാനും മോസ്കോ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കൻ നയതന്ത്രജ്ഞരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിലൂടെ വരാനിരിക്കുന്ന ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതായിരിക്കുമെന്ന് റഷ്യ കാണിച്ചു തരുന്നുണ്ട്. ചോരപ്പുഴയൊഴുക്കാൻ റഷ്യൻ യുദ്ധതന്ത്രം പൂർണ്ണ സജ്ജമാക്കി നിൽക്കുമ്പോഴും യുക്രൈന്റെയും പാശ്ചാത്യ ലോകത്തിന്റെയും അടുത്ത നീക്കങ്ങൾക്കായി ലോകം അതീവ ആശങ്കയോടെ കാതോർക്കുകയാണ്.